ഹലോ ഗെയ്സ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് രാവിലെ എണീറ്റപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. മഴയൊക്കെ പെയ്ത് തോർന്ന് അത്യാവശ്യം നല്ല തണുപ്പിൽ ഒരാൾ നിൽക്കണം കേട്ടോ. പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഒരാളെന്നല്ല കേട്ടോ, നിറയെ ആൾക്കാരുണ്ടാവും കേട്ടോ. പിന്നെ അങ്ങനെ രാവിലെ എണീറ്റ് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ നോക്കുമ്പോഴാണ് അമ്മച്ചി എന്തോ പ്രൂഫും കാര്യങ്ങളൊക്കെ ഫയലിൽ നിന്ന് എടുക്കണ കൂട്ടത്തിൽ എൻ്റെയും എൻ്റെ അനിയനെയും പ്രസവിച്ച സമയത്തുള്ള ആ ഹോസ്പിറ്റലിൻ്റെ ആ കാർഡില്ലേ, അതൊക്കെ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഞങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് കുറച്ച് നേരം നോക്കി കേട്ടോ, കാരണം നല്ല പഴക്കമുള്ള പേപ്പറല്ലേ. പിന്നെ അതാ രാവിലെ എണീറ്റ് നേരെ ഇപ്പം നടന്നു പോകണ കാരണമല്ല കേട്ടോ, പല്ല് തേക്കാൻ പോകണതാണ് കേട്ടോ. നീവ് എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം പോയി പല്ലൊക്കെ തേച്ച് മുടിയൊക്കെ ഒന്ന് വാരി കെട്ടുന്നുണ്ട് കേട്ടോ, കാരണം വേറെ ഒന്നുമല്ല, നല്ലോണം ചടയൊക്കെ വന്നിട്ടുണ്ടായി. അപ്പം ഞാൻ നോക്കിയത് വേറെ ഒന്നുമല്ല, എനിക്കിങ്ങനെ ഓരോ സമയത്ത് ഓരോന്നൊക്കെ തോന്നും, മുടിയൊക്കെ വെട്ടും കേട്ടോ. അങ്ങനെ വെട്ടിയൊരു വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ. പിന്നെ ഇതാ കുഞ്ഞ് എണീറ്റ് വന്നിട്ട് കുറച്ച് എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ആൾക്ക് എണീറ്റ് വന്നതിനുള്ള ഒരു ചെറിയൊരു മൂച്ചാട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അത് കുറച്ചധികം നേരത്തേക്ക് ഉണ്ടാവും. അപ്പം അതൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ. അത്രയൊക്കെ നോക്കിയിട്ട് ആൾ കയ്യിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ഒരു വാശിയും കുറുമ്പും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കൊണ്ടുപോയി ഉറക്കി കേട്ടോ, കഴിക്കാനൊക്കെ കൊടുത്തേ. അപ്പം എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെയൊക്കെ കിടത്തി ഉറക്കി. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ പോകണം, അപ്പുചേട്ടൻ ചെക്കപ്പിന്. അപ്പോൾ ഞാൻ രാവിലെ ഇതാ കഴിക്കുന്നത്. ചോറും കറിയൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഇന്നലത്തെ എൻ്റെ തൊണ്ടയിൽ ഇന്നലെ ഒരു മുള്ള് കൊണ്ടുവരുന്നുണ്ടായിരുന്നു ചാള കഴിക്കുന്ന സമയത്ത്. അതിപ്പോഴും പോയിട്ടില്ല. ചോറ് കഴിക്കാൻ പറ്റണില്ല. അപ്പോൾ ഇതും കഴിക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചാൽ വേദനയുണ്ട്, എന്നാലും തട്ടിക്കൂട്ടി അത് കഴിക്കാം. പിന്നെ ആഗ്രഹവും ഉണ്ട് കഴിക്കണത്. അപ്പോൾ ഇതിനുണ്ടാക്കി കഴിച്ച് ഉണ്ടാക്കാൻ ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ കുളിച്ച് റെഡിയായിട്ട് തന്നെ കുഞ്ഞ് എണീക്കണമ്പോൾ റെഡിയാണ്. 10:30 ഓട്ടോ വരും, അപ്പോഴേക്കും പോകണം. അപ്പുചേട്ടനെ റെഡിയാക്കണം. അതൊക്കെ ഉണ്ടാക്കിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇതെനിക്കിഷ്ടമല്ല കേട്ടോ, ഈ സാധനം ഞാൻ ഇടാറേ ഇല്ല. ഒരു പ്രാവശ്യം ഇതിൻ്റെ ഇത് കഴിച്ചു പറ്റില്ല, എൻ്റെ മണം പോലും എനിക്ക് പറ്റിയില്ല. എനിക്കിവിടെ വേറെ എവിടെയും വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് സൗണ്ട് കുറച്ച് ഇവിടെ വയ്ക്കണത്. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് വേറെ വോയിസ് കൊടുക്കേണ്ടി വരും തോന്നും. സൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാനിങ്ങനെ വെള്ളത്തിൽ തന്നെ ഇതൊക്കെ ഇങ്ങനെ ഇടും. എനിക്കിനി പ്രത്യേകിച്ചൊരു സെറ്റപ്പാക്കി എടുക്കാനുള്ള സമയമില്ല. ഇനി അരമണിക്കൂറുള്ളൂ, ഇപ്പം തന്നെ 10 മണിയായി. അപ്പം ഇതിവിടെ ഇന്ന് റെഡി ആകുമ്പോഴേക്കും പോയി വേഗം റെഡി ആയിട്ടാണ്. അങ്ങനെ റെഡിയാവൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഉണ്ടാക്കി വെച്ച മാഗി എനിക്ക് കഴിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുഞ്ഞിനെ റെഡിയാക്കി വേഗം എടുത്ത് ഓട്ടോക്കാരൻ വന്ന് വേഗം ഓട്ടോയിൽ കയറി ഹോസ്പിറ്റലിൽ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ് കേട്ടോ അത്. എക്സ്റേ എടുക്കണമല്ലോ, അപ്പോൾ അതിലെന്താന്നൊക്കെ പറഞ്ഞിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കണമായിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന് കുഞ്ഞിനെ കഴിക്കാനൊക്കെ കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരും കഴിച്ച് കിടന്ന് ഉറങ്ങി കേട്ടോ. അവിടെ കുറച്ചധികം നേരം ഇരിക്കേണ്ടി വന്നു, നമുക്ക് എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ പോയി എക്സ്റേ എടുക്കുന്നുണ്ട്. നമുക്ക് എക്സ്റേയിൽ എല്ലിങ്ങനെ തെറ്റി നിൽക്കണേ, അപ്പോൾ എല്ല് കൂടുന്നുണ്ട് പറഞ്ഞു. പക്ഷെ എക്സ്റേയിൽ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒരു 3 മാസം പിടിക്കും പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ഇടപെട്ട് പോയിക്കൊണ്ടിരിക്കണേ. പിന്നെ ഇവിടെ ഒരു സ്റ്റിക്കർ പോലത്തെ സംഭവം വലിച്ചൊട്ടിച്ചിട്ട് ഇവിടെ ഒരു ബെൽറ്റ് ഇടണത്, അതൊക്കെ മാറ്റി ഒന്നും കൂടിയൊക്കെ ടൈറ്റാക്കി ഇട്ടു. പിന്നെ കയ്യിലുള്ള ഇടയിൽ ഒരാൾ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനൊന്ന് പോയിട്ട് വന്നു. കറണ്ടൊക്കെ പോയി, നല്ല ഇടി കൊടുക്കും മഴയും വന്നിട്ട് കേട്ടോ. ഇപ്പം സമയം 4 മണിയാണ്, പക്ഷെ ഒരു 6 മണി ആയ പോലെ ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മഴ മെല്ലെ തുടങ്ങി തോന്നുന്നു കേട്ടോ, ജൂണിലുള്ള മഴ. അതിൽ ഞങ്ങൾ പോയ സമയത്തൊന്നും മഴ പെയ്തില്ല. ഇനി അടുത്ത പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോണ സമയത്ത് ചിലപ്പോൾ ഞങ്ങൾ മഴയത്ത് വിടാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നൊക്കെ വിചാരിച്ച് കുറേ നാളായിട്ട് ഇരിക്കണം, പക്ഷേ അതിനുള്ള ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. ശരിക്കും ഞങ്ങൾ വണ്ടിയിൽ നിന്ന് വീണിട്ടല്ല കേട്ടോ, ഒരു ചേട്ടൻ ഓടി വന്ന് ഇടിക്കുകയാണ് ചെയ്തത്. ആ ഇടിച്ചിട്ടാണ് അപ്പോൾ ചേട്ടൻ്റെ ഇവിടെ ഷോൾഡറിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ
ഇനി അത് റെഡിയായി കിട്ടണമെങ്കിൽ ഇനി 2 മാസം പിടിക്കും പറഞ്ഞു. നമ്മൾ എക്സ്റേയിൽ ശരിക്കും കാണണമെങ്കിൽ തന്നെ 3 മാസം പിടിക്കും പറഞ്ഞു. എന്നാലും 2 ആഴ്ച ഇടവിട്ട് നമ്മൾ എക്സ്റേ എടുക്കണം, നോക്കണം എങ്ങനെയുണ്ടെന്നൊക്കെ. ഭയങ്കരമായിട്ട് ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നു കേട്ടാ. മെല്ലെ ഉള്ളിൽ പോട്ടെ, ചിലപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പേടി വരുന്ന പോലത്തെ ഇരുട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു രസമായിരുന്നു കേട്ടോ. പണ്ട് തൊട്ടേക്ക് മഴയും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിലും ചില സമയത്ത് മഴ പറഞ്ഞൊരു പേടിയാണ് കേട്ടോ. പിന്നെ ആ മഴ നല്ല തകർത്ത് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വീഡിയോയിൽ എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. പിന്നെ കുഞ്ഞെണീറ്റ് വന്നപ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് അത്ര അങ്ങോട്ട് ശരിയായിട്ടില്ല, ഉറക്കം തെളിഞ്ഞിട്ടില്ല. കറണ്ടൊക്കെ പോയപ്പോൾ വേഗം ചാടി എണീറ്റ് വന്നതാണ് കേട്ടോ. അതിനുശേഷം എന്താ നിൽക്കാത്ത മഴയാട്ടോ, ഭയങ്കര മഴയാണ്. കാണാനൊക്കെ രസമുണ്ട്, വെള്ളമൊക്കെ കയറുമ്പോൾ രസം തോന്നൂല കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞതാ വീണ്ടും ഒരു എക്സ്പ്രഷനുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കണം. വീഡിയോ കൊടുക്കുന്നവർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. കാരണം വേറെ നല്ല ഉറങ്ങി എണീറ്റതിൻ്റെ ഒരു മൂശാട്ടിയുണ്ട്. പിന്നെ ഇതാ ഞാൻ കഴിഞ്ഞ ദിവസം ചക്ക വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കുറച്ചെടുത്ത് കഴിക്കുന്നുണ്ടായി. അങ്ങനെ പിന്നെ അങ്ങോട്ട് നല്ല രീതിയിൽ ഇടി കൊടുക്കും മിന്നലും മഴയൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വീഡിയോയെ അവസാനിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ.